പിടികിട്ടാപ്പുള്ളി എന്ന് വിളിച്ചാലും കള്ളൻ എന്ന് വിളിക്കരുത്. കള്ളൻ എന്ന വിളി എവിടെ നിന്ന് വന്നു? മോഷണം എവിടെ നടന്നു? നീണ്ട 9 വർഷങ്ങൾക്ക് ശേഷം വിജയ് മല്യ നടത്തിയ തുറന്ന പ്രതികരണങ്ങൾ ചൂടുപിടിച്ച ചർച്ചാ വിഷയമാവുകയാണ്. ഇന്ത്യയുടെ കിങ്ഫിഷർ മാൻ ബിഗ് ഹീറോയിൽ നിന്നും എങ്ങനെ സീറോ ആയി? ഗുഡ് ടൈംസ് എങ്ങനെ ബാഡ് ടൈംസ് ആയി? ഇന്ത്യയിലെ പ്രശസ്ത യുണൈറ്റഡ് ബ്രൂവറീസ് UV ഗ്രൂപ്പ് എന്ന ബിയർ കമ്പനി ഉടമ വിറ്റൽ മല്യയുടെ മകൻ വെറും 28ാമത്തെ വയസ്സിൽ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ കഥ മുഴുവൻ മാറി. തനിക്ക് കിട്ടിയ ഇൻഹെറിറ്റഡ് ലെഗസി ആൻഡ് ലക്ഷറി ഉപയോഗിച്ച് ബോൾഡ് അഡ്വർടൈസ്മെന്റ്സിലൂടെ കിങ്ഫിഷർ എന്ന സാധാരണ ബിയറിനെ ഗ്ലോബൽ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡാക്കി മാറ്റി. ഫോർമുല 1 ആൻഡ് RCB IPL ടീം ഉൾപ്പെടെ കായിക രംഗത്ത് മല്യ വൻതോതിൽ നിക്ഷേപം നടത്തി അവസരങ്ങളുടെ ആകാശം സൃഷ്ടിച്ചു. പ്രൈവറ്റ് ജെറ്റുകൾ, നിരവധി ആഡംബര വാഹനങ്ങൾ, മുംബൈയിലെ 18 മുറി മേൽവിലാസം, കൂടാതെ ലണ്ടൻ, ന്യൂയോർക്ക്, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിൽ സെലിബ്രിറ്റികളുമായി നടത്തിയ സഖ്യം വേറെ. അങ്ങനെ ആഡംബരത്തിന്റെ അൾട്ടിമേറ്റ് വേൾഡ്. ബട്ട് 2008 സാമ്പത്തിക പ്രതിസന്ധി ഇടുത്തിയായി. കിങ്ഫിഷറിനെ അത് സാരമായി ബാധിച്ചു. കമ്പനിയുടെ വലിപ്പം കുറയ്ക്കാതെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിന് പകരം ബാങ്കുകൾ വായ്പ നൽകുമെന്ന പ്രണബ് മുഖർജിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ 17 ബാങ്കുകൾ ചേർന്ന് ഒരു കൺസോർഷ്യം രൂപീകരിച്ച് മല്യയ്ക്ക് 6000 കോടി രൂപ വായ്പ നൽകി. ഇത് തിരിച്ചടയ്ക്കാതെ വിജയ് മല്യ മുങ്ങിയെന്ന വാർത്തകളാണ് പിന്നീട് പുറത്തുവരുന്നത്. തെറ്റായ തീരുമാനങ്ങളുടെ പേരിൽ തോറ്റുപോയ ഒരു വ്യവസായി മാത്രമാണോ അദ്ദേഹം? 6000 കോടി രൂപ മാത്രം വായ്പയെടുത്ത തന്നിൽ നിന്നും 14,000 കോടി രൂപ തിരിച്ചു പിടിച്ചിട്ടും പിന്നെയും കള്ളൻ എന്ന പേര് മാത്രം ബാക്കിയെന്ന വിജയ് മല്യയുടെ കുമ്പസാരം എത്രമാത്രം ശരിയാണ്? എല്ലാ കഥകൾക്കും 2 വശമുണ്ട്. എന്താണ് യഥാർത്ഥ കഥ? സ്റ്റേ ട്യൂൺ ആൻഡ് ഫോളോ ഫോർ മോർ അപ്ഡേറ്റ്സ്.